ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രേണുസുതി. അങ്ങനെ വീണ്ടും വിവാദമായിരിക്കുകയാണ് കേട്ടോ. സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കി. അതിനെതിരെയാണ് രേണുസുതി വന്ന് ഭയങ്കരമായിട്ട് കലി തുള്ളിക്കൊണ്ടാണ് ഓടി വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വ്ളോഗേഴ്സ് എടുത്തിട്ട് ഈ രേണുസുതിയുടെ ഈ എന്താ പറയുക തുണി ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ മാറ്റിയിരിക്കുന്ന ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആള് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് ഈ വ്ളോഗേഴ്സ് എടുത്ത് എന്ത് ചെയ്ത് നന്നായിട്ട് അലക്കി അലക്കിയപ്പോൾ രേണുസുതിക്ക് ദേഷ്യം വന്നു. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഇതിന് സ്ക്രീൻഷോട്ട് എടുത്തു, ഞാൻ ഇതിനെതിരെ കേസ് കൊടുക്കും. രേണു രംഗത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇത് തുടങ്ങിയിട്ട് 5 ഡേയ്സേ ആയിട്ടുള്ളൂ ശരിക്കും സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ രേണുവിന് 2 ലക്ഷത്തിനടുത്ത് കിട്ടി എന്നാണ് ഇപ്പൊ പറയുന്നത്. രേണു തന്നെ പറഞ്ഞു 1.5 ലക്ഷം കിട്ടിയെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതിനപ്പുറം കിട്ടിയിട്ടുണ്ടാകുമല്ലോ. ഇപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സ് വരെ ആയിക്കഴിഞ്ഞു. ഏത് മൊണ്ണകളാണ് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്ത് കാണാനാണ് നിങ്ങൾ സബ്സ്ക്രൈബർ ആവുന്നത്? നിങ്ങൾ ആ കാശ് കൊണ്ട് സ്വന്തം അനിയനോ അനിയത്തിക്കോ അല്ലെങ്കിൽ മക്കൾക്കോ എന്തെങ്കിലും മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എത്രയാണ് 180 രൂപ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആവണമെങ്കിൽ കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം 45 രൂപയായിരുന്നു രേണു പറഞ്ഞിരുന്നത്. പിന്നെ ആൾക്കാർ കൂടിയെന്ന് കണ്ടപ്പോൾ 180 രൂപയൊക്കെ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആള് പൈസ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്രയൊക്കെ ഞാൻ തുണിയൊക്കെ മാറ്റി കാണിക്കുമ്പോൾ അതിനിടയിൽ നിങ്ങൾ എന്തിനാ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നത് എന്നാണ് രേണുവിന്റെ ചോദ്യം. എന്റെ ബോഡി കാണിച്ച് ഞാൻ പൈസ ഉണ്ടാക്കുന്നു. അപ്പൊ നിങ്ങൾ എന്റെ ബോഡി എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെതിരെ ഞാൻ എന്തായാലും നിങ്ങളെ ഷൂട്ട് ചെയ്യും, ഞാൻ നേരെ പോയി കേസ് കൊടുക്കും എന്ന് രേണുസുതി കട്ടക്കലിപ്പിൽ വന്ന് പറയുന്നുണ്ട്. രേണുസുതിയുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എടുത്തുകയാണ് മിക്ക ആൾക്കാരും ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അപ്പോൾ മിക്ക സെലിബ്രിറ്റീസും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് രേണുസുതി തന്നെ പറയുന്നു. ഞാൻ മാത്രം ചെയ്താൽ എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം? എല്ലാ സെലിബ്രിറ്റീസും ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയല്ലേ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ നൽകിയിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കല്. ഞാൻ ഇപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ വടയും തൊടയും അതും ഇതൊക്കെ കാണിച്ചു തരുന്നുള്ളൂ. കുറച്ചിട്ടും കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം തുണി ഒരു കേട്ടോ. രേണുസുതിയുടെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. അതിനു മുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ. നമസ്കാരം, രേണുസുതിയാണ്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയാ, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാര് ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നത്. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വരെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പം വിവരം പറയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും നീയൊക്കെ. മനസ്സിലായോ? അച്ചോടാ, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? ഈ അതുൽ വ്ളോഗ്സിനെയൊക്കെയാണ് കൂടുതലും ചീത്ത പറയുന്നത്. അതുൽ വ്ളോഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആള് ചീത്ത പറയുന്നുണ്ട്. അപ്പൊ കൂടുതലും എന്റെ ഈ ഫോട്ടോ എടുത്ത് അലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് പണിയാ ചെയ്തത്? പാവം അവരെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം തുണിയൊക്കെ മാറ്റി കാണിച്ചു കൊടുത്തപ്പോ നിങ്ങൾ അതൊക്കെ എടുത്ത് ഈ റീൽസ് ഈ പോസ്റ്റൊക്കെ എടുത്ത് നിങ്ങൾ എന്ത് പുറത്തു വിടാൻ പാടുണ്ടോ? ജനശ്രുതി പറയുന്നത് കേട്ടോ. നാണമുണ്ടോ പെണ്ണെ നിങ്ങൾക്ക്? അവരുടെ പോസ്റ്റും റീൽസും ഒക്കെ പുറത്തു വിട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന്. അപ്പൊ നിങ്ങൾ അമ്മാതിരിയുള്ള റീൽസും പോസ്റ്റും ഇട്ടത് കൊണ്ടല്ലേ ഇവരൊക്കെ എടുത്തിട്ട് നിങ്ങൾ അലക്കുന്നത്?
അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഫോട്ടോസും ഇതൊന്നും എയർ ഹോളിൽ കൂടെ വീഡിയോ എടുത്തിട്ട് അവർ കട്ടെടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഒന്നുമല്ലല്ലോ. നിങ്ങൾ പബ്ലിക്കായി ചെയ്യുന്ന കാര്യം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കാശ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അല്ലേ. സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടാണ് ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഫോണിൽ എടുത്ത് വെച്ചോന്ന്. എന്തിന്? നിങ്ങളുടെ ഈ തുണിയില്ലാത്ത ഫോട്ടോ ഞങ്ങൾ എന്തിനാ ഫോണിൽ എടുത്ത് വെക്കണം? നിങ്ങളെ ഇട്ട് കാണാനോ? ഞങ്ങൾക്കൊന്നും ഇല്ലേ കാണാനുള്ള സാധനങ്ങളൊന്നും? നിങ്ങളെ കാണാൻ വേണ്ടി ഫോണിൽ എടുത്ത് വെച്ചു. നിങ്ങൾ അതിനെ പുറത്തേക്കാക്കുന്നതെന്ന്. നീ പുറത്തേക്കാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പുറത്തേക്കാക്കാനുള്ള അവകാശമുണ്ട്. അതൊന്നും ആലോചിക്കുക. നീ പുറത്തേക്കാക്കി സബ്സ്ക്രിപ്ഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും നീ നിന്റെ വീഡിയോസും നിന്റെ പോസ്റ്റുകളും നീ ഇങ്ങനെ തുണി ഉരിയുന്ന ഫോട്ടോസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഇട്ട് അമ്മാനമാടാനുള്ള അധികാരം ഉണ്ട് രേണുസുതി. അതിനെതിരെ എന്ത് കേസ് കൊടുക്കാനാണ് നിങ്ങൾ? എന്ത് കേസ് കൊടുക്കാനാണ്? നിങ്ങൾ ഒരുപാട് കണ്ടന്റ് തരുന്നില്ല, അതൊക്കെ എടുത്തോടെന്ന്. ഇത് നിങ്ങളുടെ ഒരു കണ്ടന്റ് തന്നെയാണ്. ഇതാണോ വിധവകള്? വിധവകളെ റെപ്രസെന്റേറ്റ് ചെയ്തു വന്ന ആളാണോ നിങ്ങള്? മറ്റുള്ള വിധവകൾക്കും കൂടി നാണക്കേടാക്കാൻ വേണ്ടിയിട്ട് ഇനി എന്റെ സബ്സ്ക്രിപ്ഷനുള്ള ആൾക്കാർക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ കാണിക്കുന്നതെന്ന്. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? കേസ് കൊടുക്കാൻ ഇതിനൊന്നും അല്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എന്റെ ഈ വീഡിയോ കേൾക്കുന്നവർ തന്നെ ഒരു 10 പേര് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ പലവരുടെ വീഡിയോയും കേട്ടുന്നവർ മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പൊ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനി ആൾക്ക് ഇങ്ങനെ കേറി കേറി 1000 സബ്സ്ക്രൈബേഴ്സ് 180 രൂപ വെച്ച് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. അപ്പൊ അതുപോലെ ഈ ആൾക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും വരുമാനം? അതിന് വേണ്ടിയിട്ടാണ് തുണി ഉരിഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് രേണുസുതി ഇതൊക്കെ ചെയ്യുന്നത്. എന്ത് എന്ത് സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണിത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പബ്ലിക് ആക്കി പോലും നിങ്ങൾ പബ്ലിക്കിലല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. അപ്പൊ ആ ഫോട്ടോസ് അവർക്ക് എടുത്താൽ എന്താണ്? ചിലവരത് എടുക്കില്ല. ഞാനൊന്നും അങ്ങനത്തെ നിങ്ങളുടെ വൃത്തികെട്ട ഫോട്ടോസ് ഒന്നും എടുക്കാനില്ല. പക്ഷേ ചിലവരുടെ മുന്നിൽ നിങ്ങൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ ചിലവർക്ക് എടുക്കാൻ തോന്നും. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാനൊരു പെണ്ണായത് കൊണ്ടായിരിക്കാം വേണ്ടി നിങ്ങളുടെ അങ്ങനത്തെ ഫോട്ടോസ് എടുത്ത് ചെയ്യാത്തത്. ഞാനൊരു ആണായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ എടുത്ത് ഞാൻ കീറിയേനെ. വിധവകളെ ഇതാക്കി വന്നതാണ് പോലും. നിങ്ങളുടെയൊക്കെ മക്കൾ ഇത് കാണുന്നില്ലേ? മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. എന്ത് ചെയ്യും? തുണി ഉരിയുന്നതോ? തുണി ഉരിയുന്നതാണ് നിങ്ങളുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട്, കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അച്ഛനമ്മ ഇതൊന്നും കാണുന്നില്ലേ? എന്ത് തുണി ഉരിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് ജീവിച്ചാൽ മതി, തിന്നാൻ മതി അവർക്ക്. ഇനി ബാക്കി ഇനി അടുത്തതായിട്ട് എല്ലാ തുണി ഉരിയുന്ന ലെവൽ വരെ എത്തും. നോക്കിക്കോ, നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷനിൽ കൂടെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഒരു ഇത്തിരി അന്തസ്സ് വേണം രേണുസുതി. നിങ്ങളുടെ ഒരു ചെറിയ കുട്ടി, വലിയ കുട്ടി നിങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുകയാണ്. ഇനി ചിലപ്പോൾ അവര് സബ്സ്ക്രിപ്ഷൻ എടുത്തുനിന്ന് വരും. നിങ്ങളൊരു കൊച്ചു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി വളർന്നു വരുമ്പോൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ എന്തൊക്കെ അവരോട് പറയും, കളിയാക്കി ചിരിക്കും. അച്ഛനില്ലാത്ത കുട്ടികളൊക്കെ അമ്മമാർ ഇങ്ങനെയാണ് വളർത്തുന്നത്. നിങ്ങൾ അസലായി വളർത്തുന്നുണ്ട് മക്കളെ കേട്ടോ. അവർക്കൊക്കെ ഇങ്ങനെ ഭക്ഷണം നിങ്ങൾ തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ദഹിക്കത്തില്ല. മര്യാദയ്ക്ക് അധ്വാനിച്ചിട്ടൊക്കെ പൈസ കൊണ്ട് ചെയ്യും. മറ്റുള്ള സമൂഹത്തിലുള്ള മക്കളെയും അച്ഛന്മാരെയും ആങ്ങളമാരെയും ഒക്കെ നാശാക്കരുത് നിങ്ങൾ. രേണുസുതിയെ എല്ലാവരും ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ വരെ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഒരു പൊതുശല്യം എന്ന് തൊട്ട് ആയി തുടങ്ങിയോ അന്ന് മുതൽ ജനങ്ങൾക്ക് വെറുപ്പായി തുടങ്ങിയതാണ് രേണുസുതിയെ. അല്ലേ? നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഇപ്പൊ ബിനു അഡ്മാരി വന്നിട്ട് പറയുന്നുണ്ട്, എന്നോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് എന്ത് തെറ്റുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബിനു പറയാണ്, ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, ജീവിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ ജീവിക്കാൻ വേണ്ടി. എന്ത് ഞങ്ങളൊക്കെ എന്താ തുണി ഉരിഞ്ഞോണ്ട് നടക്കുകയാണോ ജീവിക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടല്ലേ? അവരെന്തെങ്കിലും ചെയ്തിട്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ലേ? അപ്പൊ അവരെ ഉയർച്ച തന്നെയല്ലേ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബിനു അടിമാലി ഒരു പ്രസംഗങ്ങൾ നടത്തി. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. അറിഞ്ഞു എന്താ അഭിപ്രായം? എല്ലാം നല്ലതാവട്ടെ, എല്ലാം ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഈ ചെയ്യണതും. എല്ലാരും എല്ലാം ജീവിക്കാൻ വേണ്ടിയല്ലേ, ജീവിക്കട്ടെ. കുറെ പേര് വിമർശിക്കുന്നൊക്കെ ഞാൻ ചോദിച്ചത്, വിമർശനമല്ലേ അവരെ ഇവിടെ വരെ എത്തിച്ചത് അല്ലേ? അപ്പൊ അതങ്ങനെ തന്നെ പോട്ടെ. നല്ല രീതിയിൽ വിമർശനം വരുമ്പോഴല്ലേ ഒരാള് ശ്രദ്ധിക്കപ്പെടണേ. ഇപ്പൊ അവരെ വിമർശിച്ചില്ലായിരുന്നെങ്കിൽ അവർ ശ്രദ്ധിക്കപ്പെടുമായിരുന്നോ? ഓ ശരിയാണ്, ബിനു പറഞ്ഞത് ശരിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ എപ്പോഴും വിമർശനങ്ങൾ നേരിടണം. എങ്ങനെയാണ്? പോസിറ്റീവ് സൈഡിലുള്ള വിമർശനങ്ങൾ. ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടുള്ള വിമർശനം അത്ര നന്നല്ല. ഇത് അത്ര കാലമൊന്നും പോകത്തില്ല. അഥവാ ഈ പൈസ ഉണ്ടാക്കിയാലും ആ പൈസ ഉപകരിക്കാനും നമുക്ക് സാധിക്കത്തില്ല. അത്രയ്ക്കും കുന്തളിപ്പ് കാണിക്കുന്ന ഒരു സ്ത്രീയാണ് ശരിക്കും ഈ രേണുസുതി. ഇനിയിപ്പോ നോക്കിക്കോ, എക്സൈസുകാർ വന്നിട്ട് കേസെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഒറിജിനൽ കള്ളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കള്ള് കുടിച്ച് കൂത്താടുകയാണ്. 2-3 ആണുങ്ങൾ രേണുസുതി എടുത്തിട്ട് അമ്മാനമാടുന്ന അങ്ങോട്ട് റേപ്പ് ചെയ്യുന്ന അതേ അവസ്ഥയിലാണ് ശരിക്കും ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. കള്ളു കുടിച്ച് റേപ്പ് ചെയ്യുന്ന ഒരു പെണ്ണിനെ
അതേപോലെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ശരിക്കും ആ വീഡിയോ ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. എടുത്തെറിയാ, അങ്ങോട്ടെറിയാ, ഇങ്ങോട്ടെറിയാ, റീൽസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ കള്ള് കുടിച്ച് ഇങ്ങനെ അമ്മാനം ആടുമ്പോൾ തന്നെ ഒറിജിനൽ കള്ളാണ് എന്ന് പറഞ്ഞ് അതിനെ ആ ഒരു ഷോപ്പിന്റെ ഉടമയെ സൂരജിനെ പെറ്റി കിട്ടി, 50,000 പെറ്റി കിട്ടി, 25,000 അടച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇവർക്ക് എല്ലാവർക്കും പെറ്റി കിട്ടാൻ പോവുകയാണ്. ഈ അഭിനയിച്ച 3 നായകന്മാർക്കും ഈ രേണുസുതിക്കും അതുപോലെ തന്നെ അതിന്റെ സംവിധായിക ഒരു പെണ്ണാണല്ലോ, അതിനും കൂടി പെറ്റി കിട്ടാൻ പോവുകയാണ്. അവരെ എതിരെ കേസ് എടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എക്സൈസ് കേസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വലിയ പുലിവാലായി മാറും. കാരണം ഇവരൊരുപാട് പെറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. 2-3 ലക്ഷമൊക്കെ പെറ്റി അടയ്ക്കേണ്ടതായിട്ട് വന്ന ഇവർക്ക് അതിൽ നിന്ന് കിട്ടിയ ലാഭം പോലും അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പക്ഷെ അതേപോലത്തെ ഒരു ഷൂട്ടായിരുന്നു അത്. കൊച്ചു പിള്ളേർ പോലും വഴിതെറ്റുന്ന തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസുമാണ് ഈ സ്ത്രീ ശരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ സ്ത്രീ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ചെകിടത്ത് നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാൻ വരെ നമുക്ക് തോന്നും.